വറക്കാനായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡും ഒക്കെ കട്ട് ചെയ്തതാണിത്. ഇത് ഞാനിഞ്ഞ് വേവിച്ചെടുക്കാനാണ്. വേവിക്കാൻ വേണ്ടിയുള്ള തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കാന്താരി മുളകും ചതച്ചെടുക്കണം. പിന്നെ അതേപോലെ ആ സമയം കൊണ്ട് മീൻ കറി തിളയ്ക്കുന്നുണ്ട്. മീൻ വറുത്തതും റെഡിയാവുന്നുണ്ട്. ചക്ക വേവിക്കാനൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നതൊന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നു. കൂഴച്ചക്ക ആയതുകൊണ്ട് ഒരുപാട് വെള്ളം വേണ്ട. പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുത്തു. പിന്നെ അല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു കളറ് കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ കാന്താരി മുളകും നമ്മൾ ചതയ്ക്കുന്നുണ്ട്. കൂഴച്ചക്കയാണ്, അതുകൊണ്ട് ഒരുപാട് വേവില്ല. അപ്പം എനിക്കിത് തന്നത് എൻ്റെ ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ട് ചേച്ചിയായ ഒരു ടീച്ചറാണ്. എൻ്റെ കൂടെ വർക്ക് ചെയ്ത ടീച്ചറാണ് എനിക്ക് തന്നത്. അപ്പം വളരെ സ്നേഹത്തോടെ എനിക്ക് തന്നതാണ്. അത് ഞാൻ ഇന്ന് തന്നെ അത് പാകമാക്കി. ഇനി മറക്കാനുണ്ട്, അതും മറക്കണം. ചക്ക എവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഇതെല്ലാം കൂടെ ചതച്ചുകൊണ്ട് വരാം. തേങ്ങ ഇനി തിരുമണം. ബാക്കി ജീരകവും വെളുത്തുള്ളിയും കാന്താരി മുളകും ഇതെല്ലാം കൂടെ ചേർത്ത് ചതച്ചുകൊണ്ട് വരാം. എവിടെ ഇരുന്ന് വേവട്ടെ, നമുക്ക് ഈ അരപ്പ് ചതച്ചുകൊണ്ട് വരാം. നമ്മുടെ ചക്ക വെന്ത് റെഡിയായിട്ടുണ്ട്. ഇനി ഞാനിത് കടുക് വറക്കും. ചക്ക മുക്കാലും വേവായിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ചക്കയ്ക്ക് നമ്മൾ കടുക് വറക്കുകയാണ്. ഇതിലേക്ക് ചക്ക ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി ചക്ക വേവിച്ചത് റെഡിയായിട്ടുണ്ട്. അത് നമുക്ക് മീൻ കറിയുണ്ട്. അപ്പം ഞാൻ ചക്ക വേവിച്ചതും മീൻ കറിയും മീൻ വറുത്തതും കഴിക്കുകയാണ്. രാത്രിയിലത്തെ ഫുഡാണിത്. ചക്ക ഒരു കംപ്ലീറ്റ് ഫുഡാണ്, അറിയാമല്ലോ. ഈ ചക്ക തന്നത് എൻ്റെ ഒരു ഫ്രണ്ടല്ല, എൻ്റെ ഒരു ചേച്ചിയാണ്. നമ്മൾ സഹോദരിയാവണമെങ്കിൽ ഒരമ്മ പ്രസവിക്കണമെന്നൊന്നും ഇല്ല. കർമ്മം കൊണ്ട് സഹോദരിയാവാം. അങ്ങനെ ഒരുപാട് എനിക്ക് മനസ്സിന് സന്തോഷമുള്ളൊരു ദിവസമാണ്. ഞങ്ങൾ തമ്മിൽ കുറേ നേരം സംസാരിച്ചു. അങ്ങനെ എനിക്ക് സന്തോഷത്തോട് തന്നാണ്. ഞാൻ ഇന്ന് തന്നെ കൊണ്ടുവന്നു ചക്ക വേവിച്ചു, പിന്നെ വറക്കാനും വെച്ചു. എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കാണുന്ന എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ. കണ്ടിട്ട് മാത്രം പോകരുതേ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.